ഇതെന്താണെന്ന് അറിയാമോ ഗൈസ്? ഞാൻ മന്തി മസാലയാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ അകത്ത് മല്ലി, ചെറിയ ജീരകം, ഏലക്ക, എന്തുവാ ഇത്, ഉണങ്ങിയ നാരങ്ങ, പിന്നെ മുളക്, പിന്നെ സ്പൈസസ് എല്ലാം ഉണ്ട്. അതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിന് ശേഷം തീയൊക്കെ ഓഫാക്കി കഴിഞ്ഞാൽ ചെറിയ ചൂടോടുകൂടി മാത്രം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് പൊടിച്ച് വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ എപ്പോഴൊക്കെ മന്തി ഉണ്ടാക്കാവോ അപ്പോഴൊക്കെ ആവശ്യത്തിന് എടുക്കേണ്ട. ഇപ്പം ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളത്, അപ്പോൾ ഒക്കെ നമുക്ക് ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. ഇതേപോലെ ഉണ്ടാക്കി വെച്ചാൽ കടയിൽ നിന്ന് വാങ്ങുന്നതിനെ കഴിഞ്ഞാൽ ടേസ്റ്റാണ്. ഇതെന്തുവാണെന്ന് അറിയാമോ? ഞാൻ ഇന്നലെ മന്തി വെച്ചിട്ട് നല്ല സൂപ്പറായിട്ട് ഒക്കെ ചെയ്തു. നല്ല മണവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന് ഉപ്പില്ലെന്ന് പറയാൻ കാരണം ഈ മാഗി ക്യൂബിന് ഉപ്പുള്ളതുകൊണ്ട് ഞാൻ ഉപ്പിട്ടില്ല. അന്നൊരു ദിവസം ഞാൻ മാഗി ക്യൂബിന് ഉപ്പുള്ളത് അറിയാതെ ഞാൻ കുറേ ഉപ്പിട്ടിട്ട് മന്തിക്ക് ഉപ്പ് കൂടി. അപ്പോൾ ഞാൻ പിന്നെ ഉപ്പിട്ടില്ലേ. ഉപ്പിടാതിരുന്നപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് മെയിനോട്ടം കഴിച്ചില്ല. അപ്പോൾ ഇന്ന് ഞാൻ അതൊന്നും കൂടെ സെറ്റാക്കാമെന്ന് ഓർത്തിട്ടാണ് ഞാനിത് റെഡിയാക്കുന്നത്. സെറ്റാക്കിയിട്ട് വരാമേ. ഓക്കേ, അത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന്. ദൈവമേ കൊള്ളണേന്ന് പ്രാർത്ഥിക്കാം. എന്നിട്ട് ഞാൻ പഴയതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കോ ഒരു സവാളയും കൂടെ ഞാൻ അരിഞ്ഞിട്ടായിരുന്നേ. പഴയതുപോലെ തന്നെ സെറ്റാക്കി എടുക്കണം. അതുകൊണ്ടാണ് ഈ ഈ മാഗി ക്യൂബ് തന്നെ ചതിച്ചത്. ഇതിന് ഉപ്പ് കുറവാണ്. പക്ഷെ ഇതിന് മുമ്പ് ഞാൻ ഇട്ടതിന് ഭയങ്കര ഉപ്പായിരുന്നു. ഇതെന്നെ ചതിച്ചു ഗൈസ്. അതുകൊണ്ടാണ് എൻ്റെ മന്തി അങ്ങനെ ആയിപ്പോയത്. ഉപ്പിൻ്റെ ഒരു കുറവേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും 2 മാഗി ക്യൂബും കൂടെ ഇട്ടു. ഇപ്പം ഞാൻ പൊടിച്ച മന്തി മസാല, എൻ്റെ സ്വന്തം റെസിപ്പി. ഇത്രയും കുറച്ചങ്ങ് ഇടാമേ. കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത്രയും. പിന്നെ കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തേ. പിന്നെ ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട്. ഉപ്പില്ലെങ്കിൽ ഒരു കാശിന് കൊള്ളത്തില്ല. അതിന് ഉപ്പില്ലാത്താലും ഇത്രയും വേണം. അതുകൊണ്ട് ഇത്ര ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ സാധാരണ മന്തിക്കൊക്കെ മിക്സ് ചെയ്യുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് ആ റൈസും കൂടി ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് നമുക്ക് ഒന്ന് ആവി കയറ്റിയെടുത്ത് സെറ്റ് നമ്മുടെ മന്തി. നമുക്ക് ഉപ്പല്ലേ കുറവുള്ളൂ, ബാക്കിയൊക്കെ സെറ്റല്ലേ. അതാണ് വേണ്ടേ. നന്നായിട്ടങ്ങ് നേരിട്ട് ഞരച്ചിലെടുത്ത് വഴറ്റി കൊടുക്കുക. വഴറ്റി ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഈ റൈസും കൂടെ അങ്ങ് എടുത്തിടാം. ഇട്ട് കഴിയുമ്പോൾ സെറ്റാകും. എന്നാൽ നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ നമ്മുടെ മന്തി സൂപ്പറായിട്ടുണ്ട്. നമ്മളെ മാഗി ക്യൂബ് ചതിച്ചാലും ഞാൻ റെഡിയാക്കി എടുക്കും. വേണ്ട കണ്ടോ. അപ്പം ഇതും ഒരു ചിക്കൻ പീസും എടുക്കാം. കാല് തന്നെ ആയിക്കോട്ടെ. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇത്രയും മതി. എന്നിട്ട് 2-3 കുക്കുംബറും കൂടെ വയ്ക്കാം. പിന്നെ നമ്മുടെ ചട്നി, ഇതാണ് മാഗിയുടെ ചട്നി. മന്തിയുടെ ചട്നി. പിന്നെ ഇച്ചിരി സോസും കൂടെ ഒഴിക്കാമേ. സോസല്ല, മയോണൈസ് ആണ്. മയോണൈസ് എനിക്ക് ഇത് വീഴുന്നില്ല ഗൈസ്. ഇതിൻ്റെ അകത്ത് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അയ്യോ, അത്ര മതി, ഒത്തിരി വേണം. ഓക്കെ, എന്നാൽ കഴിക്കാം. ടേസ്റ്റ് നല്ല മണമുണ്ട്. നല്ല അടിപൊളി സൂപ്പർ. എന്നോടാ കളി.